എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഭാരത സർക്കാരിൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിൻകോഡ് സംവിധാനം ഇന്നു മുതൽ മാറുകയാണ്. നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് പറയുന്നത് പിൻകോഡിന് പകരം ഇപ്പോൾ പറയുന്നത് ഡിജി പിൻ എന്നാണ്. നമുക്കറിയാം, ഒരു വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്തിന് ഒരു പിൻകോഡാണ് ഉള്ളത്. നമ്മുടെ ഒരു പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ഓഫീസിന് ഒരു പിൻകോഡ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളുടെ അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മളുടെ ഇന്ത്യയിലുള്ള ഓരോ വീടിനും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനും ഒരു കോഡ് വരുന്നു. അതിന് പറയുന്നത് ഡിജി പിൻ എന്നാണ്. അപ്പോൾ ആ ഡിജി പിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംവിധാനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനും നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുവാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ചും ഈ ഫയർ അല്ലെങ്കിൽ ആംബുലൻസ് സർവീസുകൾ, അതുപോലെ ഡെലിവറി ബോയ്സ്, ഇവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഡിജി പിന്നിന് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഡിജി പിൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ നിലവിൽ നിന്നിരുന്ന പിൻകോഡ് സിസ്റ്റം ഇനി മുതൽ മാറുകയാണ്. പുതിയൊരു സിസ്റ്റം ഡിജി പിൻ എന്നുള്ളതാണ് ഇനി നിലവിൽ വരാൻ പോകുന്നത്. നമ്മുടെ ISRO, NRSC, അതേപോലെ IIT ഹൈദരാബാദ് ഇവരുടെയൊക്കെ സാങ്കേതിക മികവിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുമൊക്കെ ആയിട്ട് കൈകോർത്തുകൊണ്ട് നിലവിൽ വരുത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് ഡിജി പിൻ. ഇനി മുതൽ നമുക്ക് ഒരു വിസ്തൃതമായ പ്രദേശത്തിന് ഓരോ പോസ്റ്റ് ഓഫീസിനും ഒരു പിൻകോഡ് ഉണ്ടായിരുന്നത് ഇനി അത് അങ്ങനെയല്ല. ഓരോ വീടിനും ഒരു ഡിജി പിൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനും ഒരു ഡിജി പിൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഡിജി പിൻ സംവിധാനത്തിന് സാധിക്കും. ഇപ്പോൾ നമ്മൾ പല സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ കൊടുക്കുന്നവർ, കൊറിയറുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ എമർജൻസി സർവീസുകളായിട്ടുള്ള ഫയർ എൻജിൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആംബുലൻസ്, ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിജി പിൻ സംവിധാനം വെച്ചിട്ട് ആ കറക്റ്റ് പൊസിഷനിൽ എത്താനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇടവഴികളിലൊക്കെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, ഓരോ ഡെലിവറി ബോയ്സ് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, ഈ വീട് എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന വീട്ട് നമ്പർ ഈ ലൈനിലാണോ, ഇങ്ങനെയൊക്കെ. ഇനി മുതൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ ഡിജി പിൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ സൈറ്റിൽ പിൻ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അത് കാണിച്ചു കൊടുക്കുന്നതാണ്. പിൻകോഡ് സിസ്റ്റത്തിൽ പിൻകോഡിന് 6 അക്കങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി വരുന്ന ഡിജി പിന്നിന് 10 അക്കങ്ങളാണ് ഉണ്ടായിരിക്കുക. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതായിരിക്കും അതിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ അഡ്രസ്സിൽ ഒരു പിൻകോഡ് ഉണ്ടായിരുന്നത് ഇനി മുതലൊരു ഡിജി പിൻ വേണം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളുടെ ഡിജി പിൻ, നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡിജി പിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന dac.indiapost.gov.in എന്ന അഡ്രസ്സ് നമ്മളുടെ ഗൂഗിളിൽ അഡ്രസ് ബാറിൽ അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നോ യുവർ ഡിജി പിൻ എന്നെഴുതിയത് കണ്ടിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കിട്ടും. അതിൽ കാണുന്നത് dac.indiapost.gov.in വാണ്ട്സ് ടു യൂസ് യുവർ ഡിവൈസ് ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ അവിടെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അലോ വൈൽ വിസിറ്റിംഗ് ദിസ് സൈറ്റ്, അലോ ദിസ് ടൈം, നെവർ അലോ. ഇതിനകത്ത് ആദ്യത്തെ 2 ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനം ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ മാപ്പ് കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീൻ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. എവിടത്തെ ഡിജി പിന്നാണോ നമുക്ക് വേണ്ടത്, നമ്മുടെ വീടിൻ്റെ ആണോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആണോ, ആ സ്ഥാപനത്തിലോ ആ വീട്ടിലോ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഈ ലൊക്കേഷൻ മാപ്പിൽ നമ്മൾ വീടിരിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലമോ ലൊക്കേഷൻ കൃത്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് തൽക്ഷണം അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ ഡിജി പിന്ന് ഇന്നതാണെന്ന് അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഡിജി പിൻ എന്താണെന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം പേർക്ക് ഇതൊരു പുതിയ അറിവാണ്, ധാരാളം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അവരവരുടെ ഡിജി പിൻ സ്വന്തമാക്കട്ടെ. ഇനി മുതൽ നമ്മുടെ അഡ്രസ്സ് പറയുമ്പോൾ നമ്മളുടെ ഡിജി പിൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. പുതിയൊരു ഡിജി പിൻ യുഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളോട് എഴുതി ചോദിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.